സർദാർ വല്ലഭായ് പട്ടേൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന ഭാരതം നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുമായിരുന്നില്ല. അതായത് ഭാരതം ആസേതു ഹിമാചലം ഒറ്റ ഒരു ഭൂമിയായി കാണാൻ കഴിയുമായിരുന്നില്ല. ഇതിനിടയിൽ മറ്റ് രണ്ട് രാഷ്ട്രങ്ങൾ കൂടി കടന്നു വരുമായിരുന്നു, ഏറ്റവും കുറഞ്ഞത്. അതായത് ഹൈദരാബാദും ജുനഗഡും. ഇത് രണ്ട് മുസ്ലിം രാജ്യങ്ങളെ ഇന്ത്യക്കകത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അത് മാത്രമല്ല, ഇന്ന് നമ്മൾ കാണുന്ന സിവിൽ സർവീസ്, നമ്മൾ വിളിക്കുന്ന IAS, IPS, IFS അടക്കം 23 അഖിലേന്ത്യാ സർവീസുകൾ, അങ്ങനെ ഒരു സർവീസ് സിസ്റ്റം ഉണ്ടാക്കിയത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇതൊന്നും അധികം ചർച്ച ചെയ്യപ്പെടാത്ത വിഷയങ്ങളാണ്. അതുകൊണ്ട് വൈവിധ്യപൂർണമായിട്ടുള്ള ഒരു രാജ്യം, ധാരാളം ഭാഷകൾ, ധാരാളം സംസ്കാരങ്ങൾ, ഇതൊക്കെ ഇവിടെയുണ്ട്. യൂറോപ്പിൽ നമുക്കിന്ന് കാണാം, നമ്മുടെ ഇന്ത്യ യൂറോപ്പിലായിരുന്നെങ്കിൽ 28 രാജ്യമെങ്കിലും. യൂറോപ്യൻ യൂണിയൻ 28 രാജ്യം. കാരണം അവിടെ ഓരോ സംസ്ഥാനങ്ങളും ഓരോ രാജ്യമാണ്. നമ്മുടെ ഒരു സംസ്ഥാനത്തിന്റെ വലിപ്പമേ ഉള്ളൂ യൂറോപ്പിലെ ഒരു രാജ്യത്തിന്. അപ്പോൾ ഇന്ത്യ എന്തുകൊണ്ടാണ് ഒന്നിച്ചു നിൽക്കുന്നത്? അതിനാണ് നമ്മൾ സർദാർ വല്ലഭായ് പട്ടേലിനോട് കടപ്പെട്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ചരിത്രം, നമ്മുടെ മുൻഗാമികൾ അദ്ദേഹത്തോട് ചെയ്ത കൊടും ക്രൂരതകൾ, ചതികൾ, വഞ്ചനകൾ, ഇത് ഇനിയെങ്കിലും ലോകം അറിയേണ്ടതായിട്ടുണ്ട്. സർദാർ വല്ലഭായ് പട്ടേൽ 1935 ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത് ബാരിസ്റ്റർ പഠനത്തിന് വേണ്ടി. ഇംഗ്ലണ്ടിൽ ചെന്ന് അന്ന് ബാരിസ്റ്റർ പഠനത്തിന് വേണ്ടിയിട്ടുള്ള 4 സ്ഥാപനങ്ങളിൽ ഒന്നായിട്ടുള്ള മിഡിൽ ടൗൺ, അതിലാണ് അദ്ദേഹം ചേരുന്നത്. അപ്പോൾ ടെമ്പിൾട്ടൺ എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനമുണ്ട്. സർദാർ വല്ലഭായ് പട്ടേൽ ചേർന്ന അതേ സമയത്താണ് ജവഹർലാൽ നെഹ്റു അവിടെ പഠിക്കാൻ വേണ്ടി എത്തുന്നത്. ഇവർ രണ്ടുപേരും അവിടെ പഠിക്കുന്നു. സർദാർ പട്ടേൽ പഠനത്തിൽ സമർത്ഥനായിരുന്നതുകൊണ്ട് 3 വർഷം പഠിക്കേണ്ട പാഠഭാഗങ്ങൾ, സിലബസ് 2 വർഷം കൊണ്ട് പഠിച്ചു, പൂർത്തിയാക്കി, സർട്ടിഫിക്കറ്റ് കിട്ടി. അദ്ദേഹം അഹമ്മദാബാദിലേക്ക് വന്നു. അവിടെ ഒരു ബാരിസ്റ്ററായി, അഡ്വക്കേറ്റായി പ്രാക്ടീസ് തുടങ്ങി. എന്നാൽ ഇതേ സമയത്ത് തന്നെ അതേ സ്ഥലത്ത് ഈ കോഴ്സിന് ചേർന്ന ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിന്റെ ശ്രദ്ധ പഠനത്തിലായിരുന്നില്ല എന്നതുകൊണ്ട് ഇതുപോലെ നേരത്തെ തിരിച്ചു വരാനും ഇവിടെ വന്ന് പ്രാക്ടീസ് നടത്താനൊന്നും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അങ്ങനെ ഒരു ദിവസം 5 തരത്തിൽ ഡ്രസ്സൊക്കെ ഇട്ട് ആൾക്കാരെ അമ്പരപ്പിക്കാനൊക്കെ ആയിരുന്നു ശ്രമിച്ചത്. അതിനുള്ള സമ്പത്തുണ്ടായിരുന്നു മോട്ടിലാൽ നെഹ്റുവിന്, അദ്ദേഹത്തിന്റെ പിതാവിന്. എന്നാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ രംഗത്തേക്ക് ഇദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം വളരെ ശക്തമായി പ്രവേശിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ ഗുജറാത്തിലൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായ സ്വാതന്ത്ര്യ സമര പോരാട്ട വേദികളിൽ അദ്ദേഹം നേരിട്ട് ഇടപെട്ടു. സർദാർ വല്ലഭായ് പട്ടേൽ നയിച്ച പല കർഷക സമരങ്ങളും വൻ വിജയമായി മാറി. അപ്പോൾ ആ സമരങ്ങളിലെ വിജയങ്ങളെ കണ്ടപ്പോൾ മഹാത്മാഗാന്ധി അദ്ദേഹത്തെ സമീപിച്ചു. സർദാർ പട്ടേൽ അദ്ദേഹത്തെ മഹാത്മാഗാന്ധിയോട് ചേർത്ത് നിർത്തി. അങ്ങനെ നിരവധി സമരങ്ങളിലൂടെ പേരെടുത്തു കഴിഞ്ഞ സർദാർ പട്ടേലിനെ 1931 കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുകയും ചെയ്തു. അതോടുകൂടി ഈ സമരനായകൻ എന്നുള്ള നിലയിൽ വളരെ വേഗം അദ്ദേഹം സമരങ്ങളെ വിജയിപ്പിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു പോയ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന് ചാർത്തിക്കൊടുത്ത പേരാണ് സർദാർ. സർദാർ എന്ന് പറഞ്ഞാൽ നേതാവ്, മേധാവി എന്നൊക്കെയാണ് അതിന്റെ വാക്കിന്റെ അർത്ഥം. അങ്ങനെയാണ് അദ്ദേഹം സർദാർ വല്ലഭായ് പട്ടേൽ ആവുന്നത്. ഈ വല്ലഭായ് പട്ടേലിന്റെ പിതാവ് ഝാൻസി റാണിയുടെ സൈന്യത്തിലെ ഒരു യോദ്ധാവ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ 6 മക്കളിൽ ഒരാളാണ് വല്ലഭായ് പട്ടേൽ. 12 ഏക്കർ കൃഷിഭൂമിയുള്ള ആ കുടുംബത്തിൽ ഒരു കർഷക പാരമ്പര്യത്തിലാണ് സർദാർ വല്ലഭായ് പട്ടേൽ വളരുന്നത്. നമ്മൾ ഓർക്കണം, അങ്ങനെയുള്ള, ഇപ്പൊ നമുക്കൊക്കെ 12 ഏക്കർ എന്ന് പറഞ്ഞാൽ വലുതായിരിക്കും. പക്ഷേ ഗുജറാത്തിലൊക്കെ 12 ഏക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ 12 സെന്റ് പോലെ അത്ര നിസ്സാരം. അവിടെ നിന്നാണ് അദ്ദേഹം കഠിനാധ്വാനത്തിലൂടെ പഠിച്ച് വളർന്ന് ഇംഗ്ലണ്ടിൽ പോയി ബാരിസ്റ്ററായി തിരിച്ചു വരുന്നത്. എന്നാൽ ജവഹർലാൽ നെഹ്റുവോ, അദ്ദേഹം സമ്പന്നതയുടെ നടുവിലാണ് ജനിച്ചത്, വളർന്നത്, ജീവിച്ചതും എല്ലാം. എന്തായാലും മഹാത്മാഗാന്ധി അദ്ദേഹത്തെ കണ്ടെടുത്തതോടുകൂടി, അദ്ദേഹത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആക്കിയതോടുകൂടി സർദാർ വല്ലഭായ് പട്ടേൽ ആരാണ് എന്ന് ഭാരതം തിരിച്ചറിഞ്ഞു. തുടർന്ന് മുന്നോട്ട് പോയ കാലഘട്ടങ്ങളിൽ വല്ലഭായ് പട്ടേലിന്
നെഹ്റുവിനേക്കാൾ കൂടുതൽ വലിയ ജനസ്വാധീനം ഉണ്ടായി. രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞു സാമ്പത്തികമായി തകർന്നു പൊടിഞ്ഞു പോയ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം പിടിച്ചു നിൽക്കാൻ കഴിയാതെ, അതായത് സാമ്പത്തികമില്ല, സൈന്യമില്ല, ഉദ്യോഗസ്ഥന്മാരില്ല, കോളനികളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള യാതൊരു ശേഷിയും ഇല്ലാതെ തകർന്നു പോയപ്പോൾ അവരുടെ പല കോളനികളെയും കൈയൊഴിയേണ്ടി വന്നു. ഗത്യന്തരമില്ലാതെ ഗതികേട് കൊണ്ട് വിട്ടൊഴിയേണ്ടി വന്നു. അതിനെയാണ് നമ്മളിപ്പോൾ എടുത്ത് സ്വാതന്ത്ര്യം കിട്ടി, മേടിച്ചു, പൊരുതി വാങ്ങി എന്നൊക്കെ പറയുന്നത്. ഞാനിതിങ്ങനെ പറയുമ്പോൾ നമ്മൾ രാജ്യത്തിനെതിരായിട്ടാണ് സംസാരിക്കുന്നതെന്ന് ആരും കരുതണ്ട. പക്ഷേ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തന്നെ സ്വാതന്ത്ര്യം കിട്ടിയ എത്രയോ നാടുകളുണ്ട്. അത് അന്വേഷിച്ചൊന്ന് പഠിച്ചു നോക്കൂ. അപ്പൊ മനസ്സിലാവും സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ രഹസ്യം. എന്തായാലും സ്വാതന്ത്ര്യം കിട്ടുമെന്ന് ഉറപ്പായി. 47 സ്വാതന്ത്ര്യം കിട്ടും എന്ന് ഉറപ്പായി. 1946 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആരെയാണ് പ്രധാനമന്ത്രിയാക്കേണ്ടത്? തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ 15 പ്രോവിൻസസ് എന്നാണ് പറയുക, പ്രദേശ് എന്ന് നമ്മൾ പറയും, സംസ്ഥാനം എന്ന് പിന്നീട് പേരിട്ടത്. ഇന്ത്യയിലെ 15 സംസ്ഥാനങ്ങൾ, 15 പ്രദേശങ്ങൾ, 15 പ്രോവിൻസസ്. ആ 15 പ്രോവിൻസസിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് കമ്മിറ്റി, അതിന്റെ പേര് PCC എന്ന് തന്നെയാണ്. ഇന്നിപ്പോ നമ്മൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി KPCC എന്ന് പറയുന്നത് പോലെ അന്ന് പ്രോവിൻസ് കോൺഗ്രസ് കമ്മിറ്റി PCC. 15 പ്രോവിൻസുകൾ ആണ് ഉണ്ടായിരുന്നത്. ഈ 15ൽ 12 പ്രോവിൻസുകളും ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയായി വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത് സർദാർ വല്ലഭായ് പട്ടേലിനെയാണ്. പക്ഷേ ജവഹർലാൽ നെഹ്റുവിന് വേണ്ടി വോട്ട് ചെയ്യാൻ ഒരു പ്രോവിൻസ് പോലും ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒറ്റ വോട്ട് പോലും നെഹ്റുവിന് കിട്ടിയില്ല. 15ൽ 12ഉം പട്ടേലിന് കിട്ടി. അങ്ങനെ പട്ടേല് ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയായി കോൺഗ്രസ് പാർട്ടി ജനാധിപത്യപരമായി തെരഞ്ഞെടുത്തു വമ്പൻ ഭൂരിപക്ഷത്തോടെ. പക്ഷെ സംഭവിച്ചെന്താ? മഹാത്മാഗാന്ധി ഇടപെട്ട് പറഞ്ഞു, പട്ടേലിനോട് രാജിവെക്കണം, താങ്കളല്ല പ്രധാനമന്ത്രിയാവേണ്ടത്, പ്രധാനമന്ത്രി സ്ഥാനം ഒരു വോട്ട് പോലും കിട്ടാത്ത നെഹ്റുവിന് കൊടുക്കണം. അന്ന് മഹാത്മാഗാന്ധിക്കാണ് അപ്രമാധിപത്യം. അത് കോൺഗ്രസിന്റെ ഒരു പ്രത്യേകത. നമ്മളവർക്ക് ഇന്നിപ്പോ ഗാന്ധി കുടുംബം എങ്ങനെയാണ് ഈ കോൺഗ്രസിനെ കൊണ്ടുവന്നത്? ഇത് തുടങ്ങി വെച്ചത് ശ്രീമാൻ മഹാത്മാഗാന്ധിയാണ്. അതായത് ചരിത്രം അവിടെയല്ല, അതിന് പുറകിലോട്ട് പോയാൽ നമുക്ക് കാണാൻ കഴിയും, അതിന് പിന്നോട്ട് പോയാലും കാണാൻ കഴിയും. എപ്പോഴും നോക്കിയാലും ഈ സംഭവം നമുക്ക് കാണാം. ഒരിക്കൽ അപ്പോൾ ചോദിച്ചു, എന്താണ് മഹാത്മാഗാന്ധി അങ്ങനെ തീരുമാനമെടുത്തത്? അതായത് പട്ടേലിന് വമ്പൻ ഭൂരിപക്ഷം ഉണ്ടായിട്ട് നെഹ്റുവിനെ പ്രധാനമന്ത്രിയാക്കണം എന്ന് പറയാൻ കാര്യം എന്താ? അപ്പോൾ ഗാന്ധിജി പറഞ്ഞ മറുപടി, അതായത് ഇദ്ദേഹം ചെറുപ്പക്കാർക്കും യുവാക്കൾക്കും പ്രിയങ്കരനല്ല. ഒരു രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ചെറുപ്പക്കാർക്കും യുവാക്കൾക്കും ആവേശം കൊടുക്കാൻ കഴിയുന്ന ഒരു നേതാവായിരിക്കണം. അങ്ങനെ ഒരു നേതൃത്വം അത് നെഹ്റുവിന് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. ഗാന്ധി പറഞ്ഞാൽ പിന്നെ എതിർക്കാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ഗാന്ധി നിരാഹാരം കിടന്ന് നാശിപ്പിച്ചു കളയും. അപ്പൊ അതുകൊണ്ട് ആൾക്കാർ പിന്നെ ഓക്കെ. പട്ടേലിനോട് ചോദിച്ചു എന്താ? പട്ടേൽ പറഞ്ഞു, എനിക്ക് പ്രധാനമന്ത്രി ആകണമെന്നുള്ള കൊതിയൊന്നുമില്ല, എനിക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ മതി, അതുകൊണ്ട് ആര് വേണം പ്രധാനമന്ത്രി സ്ഥാനം എടുത്തോട്ടെ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം. ഇതായിരുന്നു പട്ടേൽ. അങ്ങനെ അതേ ആളിന്റെ നെഹ്റുവിന്റെ കീഴിൽ ഉപപ്രധാനമന്ത്രിയായി, ആഭ്യന്തരമന്ത്രിയായി, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ അധിക ചുമതല കൂടെ കൊടുത്തു. വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ ചുമതലയോട് കൊടുത്തു. എടുത്താൽ പൊങ്ങാത്തത്ര വകുപ്പുകൾ. ഇതൊക്കെ എടുത്താൽ പൊക്കാൻ അറിയാമായിരുന്നു പണ്ഡിറ്റ് വല്ലഭായ് പട്ടേലിന്. അങ്ങനെ പട്ടേൽ ആഭ്യന്തരമന്ത്രിയായി, ഉപപ്രധാനമന്ത്രിയായി, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ് ആയി, വാർത്താവിതരണ മന്ത്രിയായി അങ്ങനെ ഭരിക്കുന്ന സമയത്ത് 2 രാജ്യങ്ങൾ ഇന്ത്യ യൂണിയനിൽ ചേരുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു. ഹൈദരാബാദിലെ നൈസാം, ആ നൈസാമിന്റെ രാജ്യം എന്നൊക്കെ പറയുന്നത് വിശാലമായ രാജ്യമാണ്. 5 കേരളം കൂടുന്നതാണ് നൈസാം എന്ന് ഭരിച്ചുകൊണ്ടിരുന്ന രാജ്യം. 5 കേരളം. ആ രാജ്യത്തിന് സ്വന്തമായി സൈന്യമുണ്ട്. ആ സൈന്യം ഇന്ത്യയുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു. 5 ദിവസം കൊണ്ട് ഇന്ത്യൻ പട്ടാളത്തെ ഇറക്കി നൈസാമിനെ പൂട്ടിക്കെട്ടി അവസാനം എഗ്രിമെന്റിൽ ഒപ്പുവെച്ചു. ഇന്ത്യ യൂണിയനിൽ ചേർന്നു. ഗുജറാത്തില് ജുനഗഡ് എന്ന് പറഞ്ഞൊരു മുസ്ലിം രാജ്യമുണ്ട്. ഈ നൈസാമിന്റെ രാജ്യം എന്ന് പറയുമ്പോൾ 85% ഹിന്ദുക്കളാണ്. 85% ഹിന്ദുക്കളുള്ള നൈസാമിന്റെ രാജ്യമാണ്. നൈസാമാണ് പ്രധാന ഭരണാധികാരി എന്നുള്ളത് കൊണ്ട് മാത്രം മുസ്ലിം രാജ്യം ആകണം എന്നാണ് ആവശ്യപ്പെട്ടത്. ജുനഗഡ് എന്ന് പറയുന്നത് നവാബ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ഭരണാധികാരി ഭരിക്കുന്നു.
അവിടെ ഇതുപോലെ തന്നെ 84% ഹിന്ദുവാണ്. പക്ഷെ ഭരണാധികാരി മുസ്ലിം ആയതുകൊണ്ട് രാജ്യം മുസ്ലിം ആകണമെന്ന് പറഞ്ഞു, സമ്മതിച്ചില്ല. അവിടെയും ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് തന്നെ പട്ടേൽ ആ രാജ്യത്തെ കൂട്ടിച്ചേർത്തു. ഇങ്ങനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി സൈന്യത്തെ ഇറക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നെഹ്റുവിന് അത് ഇഷ്ടപ്പെട്ടില്ല. നെഹ്റു പറഞ്ഞു സൈനിക നടപടിയൊന്നും വേണ്ട, അല്ലാതെ തന്നെ അവരെ മയത്തിൽ ഒക്കെ കൈകാര്യം ചെയ്താൽ മതി. ഞാൻ കാശ്മീർ കൈകാര്യം ചെയ്യുന്നത് കണ്ടില്ലേ, കാശ്മീർ ഇപ്പോഴും എന്താണ് അവസ്ഥ എന്ന് നമുക്കറിയാമല്ലോ. അന്ന് പട്ടേലിനെ ഏൽപ്പിക്കാതെ നെഹ്റു തന്നെ കൈകാര്യം ചെയ്ത ഒരു സംസ്ഥാനമാണ് കാശ്മീർ. ഇന്നും പ്രശ്നമാണ്. എന്നാൽ ഇന്ന് ഈ പറഞ്ഞ പോലെ ജുനഗഡി പ്രശ്നമില്ല, ഹൈദരാബാദി പ്രശ്നമില്ല. കാരണം അത് കൈകാര്യം ചെയ്തത് പട്ടേലാണ്. അങ്ങനെ പട്ടേൽ ഈ ദൗത്യമെല്ലാം നിർവഹിക്കുന്ന സമയത്താണ് പട്ടേലിന്റെ ആകസ്മികമായിട്ടുള്ള നിര്യാണം ഉണ്ടാകുന്നത്.